അത് സത്യഭാമയാണ്. ആ വിദ്യ, എന്താ വിശേഷം? ഓ, നിന്നോട് ആരാ പറഞ്ഞത്? സദാനന്ദ സാറായിരിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ പോവും. ആ, നാളെ മറ്റന്നാൾ അവിടെ ചർച്ചയുണ്ട്. തിങ്കളാഴ്ച കേസ്. അഡ്വക്കേറ്റ് സത്യഭാമ ആദ്യമായിട്ടല്ലേ ഹൈക്കോടതി കേസ് വാദിക്കുന്നത്. പിന്നെ ചെലവുണ്ട്. ഞാൻ ചൊവ്വാഴ്ച ഉച്ചയാകുമ്പോഴേക്കും വരും. എന്നിട്ട് വിശദമായിട്ട് ചെലവ് ചെയ്യാം. പോരെ? ശരി, ഞാൻ 2 മണിക്ക് പോവേ മോഹനേട്ടാ. പോകണ്ടെന്ന് മോഹനേട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാതിരിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. നീ പോകുന്നില്ല, എനിക്ക് ഒരു പ്രയാസമില്ല. ഇനി നീ ഇങ്ങനെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അത് നടക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. മോഹനേട്ടന്റെ പ്രയാസം കണ്ട് ഞാൻ എത്ര കേസുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പന്തയം തോക്കുന്നുള്ള പേടിയിൽ ഈ കേസിൽ മോഹനേട്ടനെ തടയില്ല എന്ന് എനിക്കറിയാം. പന്തയം വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പന്തയം വെക്കണം. എന്ത് പറയാൻ, എനിക്ക് ഹൈക്കോടതി കേസ് വാദിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഭാര്യ അടുത്തില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവുള്ള ഭാര്യയായി പോയില്ല ഞാൻ. നിവൃത്തിയില്ല സാറേ എന്ന് ഞാൻ പറഞ്ഞു. ആ കമ്പനിയുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട്. അവരോട് ആലോചിച്ച് വേണം കേസ് ഫയൽ ചെയ്യാൻ. അവർക്ക് സൗകര്യം വെള്ളി ശനിയോ. ആ 2 ദിവസം എറണാകുളത്ത് വെച്ച് ചർച്ച നടത്തിയിട്ട് വേണം തിങ്കളാഴ്ച കേസ് ഫയൽ ചെയ്യാൻ. ഞാൻ ആ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരും. വെള്ളി ശനി ഞായറും തിങ്കളെല്ലാം കഴിഞ്ഞ് ചൊവ്വാഴ്ച വരാൻ പറ്റിയ ഭാഗ്യം. ആ മോഹനേട്ടാ, ഇന്നത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈകിട്ട് ആഫീസിൽ നിന്ന് വരുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോരെ. ആ, അതായത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അത് ചൂടാക്കി കഴിക്കാനുള്ളേ. ഇനിയിപ്പോ മോഹനേട്ടനെ ചൂടാക്കാൻ വയ്യെങ്കിൽ ഉത്തമനെ വിളിച്ചാൽ മതി. വേണമെങ്കിൽ രാത്രി ഉത്തമനോട് കിടക്കാനും പറയാം. ഉത്തമൻ കൃത്യസമയത്തെത്തി. ഉത്തമനോട് കൂട്ടിന് വരാൻ പറയാൻ മോഹനേട്ടൻ നാണക്കേടുണ്ടാവും. ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. ഉത്തമനോട് ഉണ്ടെങ്കിൽ എനിക്കതൊരു സമാധാനം. ഇല്ല, പറഞ്ഞില്ല. എന്താ സാർ? ഞാനോ? അല്ല, ഇത്തരം കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർ പോയാൽ മതിയോ? അത് ശരിയാണ്. എന്നാലും നാളെ രാവിലെയോ? അത് കുഴപ്പമില്ല സാർ. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇങ്ങനൊരു കാര്യം വന്ന് നന്നായി. നാളെ മുതൽ ബുധനാഴ്ച വരെ തഹസിൽദാർ പോകാനിരുന്നതാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കല്ല സുഖമില്ല. പകരം ഞാൻ പോകണമെന്ന്. തഹസിൽദാർക്ക് പകരം വില്ലേജ് ഓഫീസറോ? അത് ഞാൻ ചോദിച്ചു. ഞാൻ പോയാൽ മതി എന്നാണ് തഹസിൽദാർ പറഞ്ഞത്. നാളെ രാവിലെ പോയാൽ ബുധനാഴ്ച വൈകുന്നേരമോ വ്യാഴാഴ്ച രാവിലെ തിരിച്ചെത്തും. നീ എന്താ പറഞ്ഞത്? വെള്ളി ശനി ഞായർ തിങ്കൾ 4 ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. എന്തിന്? എന്ന് ഒരൊറ്റ ദിവസത്തെ കാര്യമുള്ളൂ. നാളെ മുതൽ ഞാൻ സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഇരിക്കും. അത് മാത്രമല്ല, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നീ ഇവിടെ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവുകയില്ല. സദാനന്ദ സാർ സത്യപാലോ എറണാകുളത്ത് പോകുന്നത്. മോഹനേട്ടനെ വാശി പിടിപ്പിച്ച് പന്തയം ജയിക്കാനായി ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞ എന്നുവെച്ചാ തഹസിൽദാര് തിരുവനന്തപുരത്ത് ആയിരുന്നല്ലോ പറഞ്ഞത്. പിന്നെയോ? സർക്കാർ ആശുപത്രിക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ഉടമസ്ഥരുമായി ചർച്ച വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 6 മണി വരെ താലൂക്ക് ഓഫീസിൽ വെച്ച്. അതിന് ഞാൻ പോകുന്ന കാര്യമാണ് തഹസിൽദാർ പറഞ്ഞത്. നിന്നെ വെറുതെ പേടിപ്പിക്കാനാ തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞത്. നീ പേടിച്ച് എറണാകുളത്ത് പോകാതിരിക്കാൻ വേണ്ടി.